ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴൊക്കെയും കേരളത്തിൽ ബി.ജെ.പി അക്കൗണ്ട് തുറക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാ മാധ്യമപ്രവർത്തകരും പൊതുസമൂഹവും എല്ലാം തന്നെ ഇന്ത്യ മൊത്തം അങ്ങനെ നോക്കിക്കണ്ട ഒരു സംഭവമാണ് താമര കേരളത്തിൽ വിരിയിക്കില്ല എന്നുള്ളത്. യഥാർത്ഥത്തിൽ താമര ഇവിടെ വിരിഞ്ഞു കഴിഞ്ഞു. അത് സുരേഷ് ഗോപിയിലൂടെ. സുരേഷ് ഗോപി ഏതാണ്ട് 74,000 ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം അവിടെ ജയിക്കുവാൻ വേണ്ടി തന്നെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായി തന്നെ മത്സരിക്കാൻ വേണ്ടി തന്നെ അദ്ദേഹം തൃശ്ശൂർ കഴിഞ്ഞ 5.5 വർഷമായിട്ട് അവിടെ താമസിക്കുന്നു, അവിടെ സെറ്റിൽ ചെയ്ത് പ്രവർത്തിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ വിജയശ്രീലാളിതനായി ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു നേതാവായി മാറി. കാരണം കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ഇത്രയും വലിയ സെക്കുലറിസമുള്ള മതേതര സംസ്ഥാനമെന്നറിയപ്പെടുന്ന വിദ്യാസമ്പന്നരുടെ ഒരു സംസ്ഥാനമായിട്ട് അറിയപ്പെടുന്ന കേരളത്തിൽ ഒരു വർഗീയ കക്ഷിക്ക് അങ്ങനെ ഒരു പ്രാതിനിധ്യം അസംബ്ലിയിലോ പാർലമെൻറ്റിലോ കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ അത് ദുഷ്കരമാണ്, പ്രയാസമാണ്, അസാധ്യമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നിടത്ത് സുരേഷ് ഗോപി വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. സുരേഷ് ഗോപി വിജയിച്ചു എന്ന് പറയുമ്പോൾ നമ്മളവിടെ എക്കാലത്തും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എന്ന് പറയുമ്പോൾ അതിനകത്ത് പല കാര്യങ്ങളുണ്ട്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ അവിടുത്തെ പിന്നോക്ക സമുദായക്കാരായിട്ടുള്ള ക്രിസ്ത്യാനികൾ ഏതാണ്ട് 2 ലക്ഷത്തിൽ പരം വോട്ടുള്ള ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ളവർ ശ്രീ സുരേഷ് ഗോപിക്ക് വോട്ട് നൽകി. അതിൻ്റെ ഫലമായിട്ട് അപ്പോൾ സെക്കുലറായിട്ടുള്ള ഒരു സുരേഷ് ഗോപിക്കാണ് വിജയം കിട്ടിയിരിക്കുന്നത്. അത് നരേന്ദ്രമോദിക്ക് കൊടുക്കാൻ പറ്റിയതല്ല. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയുടെ സെക്കുലറിസ്റ്റ് ആറ്റിറ്റ്യൂഡിന് കിട്ടിയ ഒരു അംഗീകാരമാണ്. അദ്ദേഹത്തിൻ്റെ മതേതര നിലപാടിന് കിട്ടിയ അംഗീകാരമാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡമൊക്കെ അവിടെ ഉണ്ടായിരുന്നിട്ടും കഴിഞ്ഞ അസംബ്ലിയിലും അദ്ദേഹം മത്സരിച്ച് പരാജയപ്പെട്ടതാണ്. ഇപ്പോൾ പോലും 7 മണ്ഡലങ്ങൾ ചേർന്ന അസംബ്ലി മണ്ഡലങ്ങൾ ചേർന്ന പാർലമെൻറ്റിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഈ വൻപിച്ച ഭൂരിപക്ഷത്തിന് മറ്റൊരു കാര്യം കൂടെയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാഷ്ട്രീയ കേരളം ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന, നിശബ്ദമായിട്ട് ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ശ്രീ പിണറായി വിജയൻ ഒരുപാട് ഇവൻസ് ഓഫ് കറപ്ഷനാണ്, അതിന് അദ്ദേഹം ഒരു നന്ദി പ്രകടനം എന്നുള്ള രീതിയിൽ എവിടെയെങ്കിലും ഒരു പാർലമെൻറ്റിൽ ഒരു സീറ്റ് കിട്ടണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ധാരണ ബി.ജെ.പി കേന്ദ്ര നേതൃത്വമായിട്ട് ശ്രീ പിണറായി വിജയൻ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഒരു തെളിവാണ് സുരേഷ് ഗോപി ജയിച്ചു എന്നുകൂടെ പറയേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, സുരേഷ് ഗോപി ജയിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ സുരേഷ് ഗോപിയുടെ വിജയിച്ചിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ടൂറിസത്തിൻ്റെ ഐക്കോണിക് ഇവൻ്റാണ് നമ്മുടെ തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരം നമുക്കറിയാം, വിദേശികളും സ്വദേശികളുമായിട്ട് 10,000-കണക്കിന് ജനം ഒത്തുകൂടുന്ന ആ ഉത്സവത്തിൻ്റെ അന്ന് സാധാരണ ആനയുടെ പരേഡൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. അത് വളരെ ചന്തമുള്ളതാണ്. ഇത്രയും വലിയ ഹ്യൂജായിട്ടുള്ളൊരു മൃഗത്തെ ഇങ്ങനെ കൊണ്ട് നിർത്തി നടത്തുന്ന ഈ പരേഡ് കാണാൻ തന്നെ ജനസാഗരം ഉണ്ടായിരിക്കുമ്പോൾ അവിടെ എപ്പോഴും ആന ഇടഞ്ഞാലോ എന്നുള്ള ഒരു ആശങ്ക എല്ലാ കാലത്തും ഉണ്ട്. അത് വർഷാവർഷം നടക്കുന്ന ഈ സംഭവത്തിൽ ഒരിക്കൽ പോലും ആന ഇടയാൻ ഉള്ള സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളത് ജനം ഓർക്കുമ്പോൾ ഇത്തവണ ഒരു SP, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ, അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ SP ആണ്, സാധാരണ പോലീസുകാരനൊന്നുമല്ല, SP ആണ്, അധികാരിയാണ്, അവിടുത്തെ ലോ ആൻഡ് ഓർഡർ നോക്കുന്ന അദ്ദേഹമാണ് ഇടഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഇടഞ്ഞു എന്ന് പറഞ്ഞാൽ അത് തന്നെ ധാരാളമാണ്. അതപ്പോൾ എവിടേക്കാണ് വിരൽ ചൂണ്ടുന്നത്? ആഭ്യന്തര വകുപ്പിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. ആ SP ഇദ്ദേഹം ഇപ്പോഴും അവിടെ തന്നെ തുടരുകയാണ്. സാധാരണ രീതിയിൽ മറ്റാരായാലും ഏതെങ്കിലും അവിടെ നിന്ന് പ്രതിനിധാനം ചെയ്യുന്ന മന്ത്രി വിചാരിച്ചാൽ ആ SP അവിടെ ഇരുത്തില്ല, അദ്ദേഹത്തെ അവിടെ നിന്ന് തുരത്തും. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന് ആ സ്ഥാനമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു SP, ആന ഇടയുന്നതിന് പകരം ഒരു SP ഇടഞ്ഞപ്പോൾ സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷമെങ്കിലും കൂട്ടാൻ കഴിഞ്ഞു. അത്രയൊക്കെ ഒരാൾക്ക്, ഒരു പാർട്ടിക്ക്, ഒരു മുന്നണി നേതാവിന്, ഒരു സർക്കാരിൻ്റെ നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിക്ക് ചെയ്തു കൊടുക്കാൻ, ഇതുപോലുള്ളൊരു വർഗീയ കക്ഷിക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുള്ളൂ. സുരേഷ് ഗോപിയുടെ വിജയത്തെ ഞാൻ ചെറുതാക്കി കാണുന്നില്ല. പക്ഷേ സുരേഷ് ഗോപിക്ക് കിട്ടിയിരിക്കുന്ന മാർജിന് കൂടാൻ കാരണം പോലും ഇങ്ങനെ ഒരു ഹൈന്ദവീയ വോട്ടിൻ്റെ ഒരു ഒത്തുചേരൽ ഉണ്ടായി എന്നുള്ളതിനും അതിനൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതാണ് തൃശ്ശൂർ പൂരത്തിലുണ്ടായ സംഭവം. ആ സംഭവം പറയുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും ശ്രീ K. മുരളീധരന് വേണ്ടി കോൺഗ്രസ് നേതാക്കന്മാർ അവിടെ ഇറങ്ങി പ്രചരിപ്പിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രധാനമന്ത്രി ഇന്നലെ രാജ്യത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ സുരേഷ് ഗോപിയുടെ വിജയത്തെക്കുറിച്ച്. കാരണം കേരളത്തിലെ അത്തരം ഒരു ബാലികേറ മലയാണ് ഒരു വർഗീയ കക്ഷിക്ക് എന്നുള്ളതിന് തീർച്ചയായിട്ടുള്ളൊരു ഉദാഹരണം
അതിനെ ആ ഒരു ചിന്തയെ അട്ടിമറിച്ചുകൊണ്ടുള്ളൊരു വിജയമാണ് സുരേഷ് ഗോപി നേടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്. അത് ഇനിയുള്ള കേരള രാഷ്ട്രീയത്തിൽ അത് ഇനി ഏത് രീതിയിൽ BJP അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ സ്വാധീനം ചെലുത്തും എന്നൊക്കെയുള്ളത് ഇനിയുള്ള വരും കാലങ്ങളിലെല്ലാം തന്നെ ഈ ഒരു ചരിത്രപരമായ സംഭവം, ഈ ചരിത്രപരമായ വിജയം, സുരേഷ് ഗോപിക്ക് കിട്ടിയിരുന്ന ചരിത്രപരമായ വിജയം BJPക്ക് യഥാർത്ഥത്തിൽ കൂടുതൽ ആത്മവിശ്വാസം നൽകി. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് BJP അസംബ്ലിയിലേക്ക് ഉൾപ്പെടെയുള്ള പ്രാതിനിധ്യത്തിലേക്ക് വേണ്ടി അവർ ആ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്താനാണ് അവർ രാഷ്ട്രീയമായിട്ട്, ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെ ചെയ്യുവാനുള്ള എല്ലാ അവകാശമുണ്ട്, എല്ലാ ബുദ്ധിയും കൗശലവും എല്ലാം അവർക്കുണ്ട്. പക്ഷേ അതിന് സാഹചര്യം ഒരുക്കിയത് ആര് എന്നുള്ളത് കൂടെ നമ്മൾ ഈ തരുണത്തിൽ ഓർക്കേണ്ടതാണ്.